ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു അപ്‌വർക്കിൽ ഒരു പ്രൊജക്റ്റ് കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇത് പ്രപ്പോസൽ അയക്കണം അങ്ങനത്തെ കാര്യങ്ങളല്ല, വേറെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളും. ഇത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രൊജക്റ്റ് കിട്ടി, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിങ്സ് എല്ലാം വരുമ്പോൾ, അതായത് ക്ലയൻറ്റ് നിങ്ങൾക്ക് പേയ്മെൻ്റ് എല്ലാം റിലീസ് ചെയ്ത് നിങ്ങളുടെ അപ്‌വർക്ക് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. അതായത് അത് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് നിങ്ങൾ ബുദ്ധിമുട്ട് വരും ആ സമയത്ത്. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ ആദ്യം തന്നെ ശരിയാക്കി വെക്കുന്നതാണ് നല്ലത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു പാൻ കാർഡ് ഉണ്ടാവണം. ഈ പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മുകളിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഇവരെഴുതി വെച്ച് കാണാം, ഇൻ കംപ്ലൈൻസ് വിത്ത് ടാക്സ് ലോ ഇൻ ഇന്ത്യ, Upwork withhold 1% TDS from your payments. The TDS can be as much as 5% if you haven't provided government issued tax ID. അതായത് ഗവൺമെൻറ് ഇഷ്യൂ ടാക്സ് ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡാണ്. ഇതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1% TDS എടുക്കുള്ളൂ. TDS പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതൊരു ടാക്സ് ആണ്. ഇവർ നമ്മുടെ നിന്ന് കട്ട് ചെയ്യുന്ന ടാക്സ് ആണ്. 1% എടുക്കുകയുള്ളൂ. നിങ്ങൾ പാൻ കാർഡ് ആഡ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ 5% ആയിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാൻ കാർഡ് എടുക്കുക. പാൻ കാർഡ് എടുക്കാൻ വലിയ ചിലവൊന്നും ഇല്ലെങ്കിൽ പാൻ കാർഡ് എടുക്കുക. പാൻ കാർഡ് ഉണ്ടെങ്കിൽ മാക്സിമം അതുകൂടി എന്തായാലും പാൻ കാർഡ് കൂടി റെഡിയാക്കി വെക്കുക നിങ്ങൾ അപ്‌വർക്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡിഫറൻസ്, ഈ അക്കൗണ്ട് ഞാൻ എൻ്റെ ഒരു ബ്രദറിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കാരണം എൻ്റെ അക്കൗണ്ടിൽ ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അക്കൗണ്ട് ഉണ്ടാക്കി ഞാൻ ഇതിൽ കുറച്ച് പ്രപ്പോസലൊക്കെ അയച്ചപ്പോൾ എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടി. എനിക്കല്ല, ബ്രദറിന് തന്നെ കിട്ടിയത്. അപ്പം ഞാൻ അതുകൊണ്ട് അതങ്ങനെ തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലത്തെ ട്രാൻസാക്ഷൻ വെച്ച് ഞാൻ കാണിച്ചു തരാം എന്താണ് ആ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ $272. ഈ $272 ഈ $13.60 എന്ന് പറഞ്ഞാൽ ആ 5% ടാക്സ് അവർ TDS പിടിച്ചേക്കുന്നതാണ്. ഇത് ശരിക്കും എനിക്ക് 1% ആവുള്ളായിരുന്നു ഞാൻ ഇതിൽ പാൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ പാൻ കാർഡ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒരു 5% പിടിച്ചു. അങ്ങനെയാണ് ഈ $13.60 വന്നത്. പിന്നെ ഈ $27.20 എന്ന് പറയുന്നത് അപ്‌വർക്കിൻ്റെ ഫീസാണ്, അവരുടെ കമ്മീഷൻ. അതായത് 10%, നമ്മളെ ഏർണിങ്സിൻ്റെ 10% അവരുടെ കമ്മീഷൻ. അതായത് 272 10% എന്ന് പറഞ്ഞാൽ 27.2 വരും. പിന്നെ 4.90 എന്ന് പറയുന്നത് അവരുടെ GST. അപ്പം ഇതിൽ ഇപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം പോയിട്ട് $226 വന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് വരുമായിരുന്നു വെച്ചാൽ, ഇവിടെ ഇപ്പം എനിക്ക് ഒരു $2.7 പോവുള്ളായിരുന്നു. ഇതിന്ന് TDS പിടിക്കുള്ളായിരുന്നു. അപ്പം ഇതിൽ ഏകദേശം ഒരു $10 എക്സ്ട്രാ, അങ്ങനെ ഒരു $236 എനിക്ക് ഇവിടെ വന്നേനെ. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഈ പാൻ കാർഡ് ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിൽ വന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പാൻ കാർഡ് ആഡ് ചെയ്യാൻ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഏത് പേരിലാണോ അപ്‌വർക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആ പേരിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ഫണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വേറെ ആളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ആ ഫണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ട് തന്നെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വേറെ ആരെങ്കിലും, അതായത് ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് അത് ഫണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ $226 ഇതിൽ കിടക്കുന്നുണ്ട്. ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാനിതിൽ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ
പല മെത്തേഡ്സും ഉണ്ട് ഇതിൽ. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു ലോക്കൽ ബാങ്ക് എന്നുള്ളതാണ്. അതായത് നമുക്ക് അത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഫണ്ട്. 0.99 USD പെർ വിഡ്രോവൽ ഉള്ളവരുടെ ചാർജും. അതാണ് ഏറ്റവും നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യം. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേപ്പാൽ ആണ്. ഈ പേപ്പാൽ ആണെങ്കിലും നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ട് നിങ്ങളുടെ പേര് തന്നെ ആയിരിക്കണം. ഈ പേപ്പാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പേപ്പാലിൽ എന്താണെന്ന് വെച്ചാൽ പേപ്പാൽ ഒരു ഓൺലൈനായിട്ടുള്ള നമുക്കൊരു പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേപ്പാൽ എന്ന് പറയുന്നത്. പേപ്പാലിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കാം. പേപ്പാലിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി പേപ്പാലിലോട്ട് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ പേപ്പാൽ അക്കൗണ്ടിന് പേപ്പാലിൻ്റെ നെയിമും ബാങ്ക് അക്കൗണ്ടും മാച്ച് ചെയ്താൽ മാത്രമേ പേപ്പാലിൽ അവർ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പേപ്പാൽ നെയിമും അപ്വർക്ക് നെയിമും മാച്ച് ചെയ്താൽ മാത്രമേ അപ്വർക്കിലൂടെ ഈ പേപ്പാൽ അക്കൗണ്ട് ആഡ് ചെയ്യാനും അവർ സമ്മതിക്കുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IFSC കൊടുക്കാനുള്ള സ്ഥലം വന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലേൺ ഹൗ ദീസ് പേയ്മെൻറ്റ് മെത്തേഡ്സ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതിലൊരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ദാറ്റ് ദ നെയിം ഓൺ യുവർ ബാങ്ക് അക്കൗണ്ട് മാച്ചസ് യുവർ വെരിഫൈഡ് നെയിം ഓൺ അപ്വർക്ക്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലത്തെ നെയിമും അപ്വർക്കിലെ നെയിമും മാച്ച് ചെയ്യണം എന്നവർ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അപ്വർക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാതിരിക്കുക. അതായത് ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലല്ലാത്ത അക്കൗണ്ടിലും ഉണ്ടാക്കാതിരിക്കുക. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത മാത്രമല്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അക്കൗണ്ട് ഒരു പുതിയ അക്കൗണ്ട് ഏത് പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യത്തെ 50 കണക്ട്സ് കിട്ടും. നിങ്ങൾക്ക് അത് വെച്ച് പ്രൊജക്റ്റുകൾക്ക് പ്രപ്പോസൽ അയക്കാൻ ചിലപ്പോൾ പ്രൊജക്റ്റ് കിട്ടുകയും ചെയ്യും. ഈ കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് ഗവൺമെന്റ് ഇഷ്യൂഡ് ID വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ ചോദിക്കും. അതായത് നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ പറയും ഇവർ. ഐഡന്റിറ്റി വെരിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു ID കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലൊന്നും പോരാ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫോട്ടോഷോപ്പിലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സെൽഫി വീഡിയോ തന്നെ അതിൽ കൊടുക്കണം. വീഡിയോയിൽ നിങ്ങൾ ഇവരുടെ ക്യാമറ, ഇവരുടെ ആപ്പ് ഉണ്ടല്ലോ, അപ്വർക്ക് ആപ്പിൽ ലൈവ് ക്യാമറയിൽ ലൈവായിട്ട് നിങ്ങൾ വീഡിയോ കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ID-യും അപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് ഒരു വളരെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നത്. കാരണം ഇപ്പോൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബ്രദറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ അക്കൗണ്ട്. അപ്പോൾ ഇതിനുണ്ടാക്കിയപ്പോൾ ഇതിന് അങ്ങനെ വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ ഒരു ആധാർ കാർഡൊക്കെ വാങ്ങിച്ച് ഞാനത് വെരിഫൈ ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റിയില്ല. കാരണം ആളില്ലാതെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. വെരിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരത് വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അവർ വെറുതെ നമുക്ക് വെരിഫൈ ചെയ്ത് തരുമൊന്നുമില്ല. അത് ശരിയാവണ വരെ തന്നെ അവർ ചെയ്യിപ്പിക്കും. നിങ്ങൾ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനത്തെ 2-3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ കാശെല്ലാം നിങ്ങളുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ ഉണ്ടാക്കി വയ്ക്കുക. മിക്കവാറും പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അല്ല, നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ബ്രദറിൻ്റെ പേരിലാണ് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അപ്പുറക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം അവരുടെ പേരിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ പൈസ ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ജോയിൻ്റ് അക്കൗണ്ട് ഇവരുടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് 2 പേരുടെ പേരും കൂടിയുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ നോക്കിയിട്ടില്ല, എനിക്കതുകൊണ്ട് അത് അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ പറ്റുമെന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാൻ കാർഡ് കൂടി എടുത്ത് വയ്ക്കുക. പാൻ കാർഡ് മാക്സിമം എടുത്ത് വയ്ക്കാൻ നോക്കുക. ഇനി പാൻ കാർഡ് ഇല്ലാത്തവർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാം. അതുപോലെ ഞാൻ കാണിച്ച പോലെ ആ ടാക്സിൻ്റെ പ്രശ്നം വരും. നിങ്ങൾക്ക് അപ്പോൾ കുറേ കാശ് അങ്ങനെ നഷ്ടം വരും. നിങ്ങൾ അത് ITR ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ അത് TDS കുറേ കിട്ടും. എന്നാലും പക്ഷേ പാൻ കാർഡ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരും. പാൻ കാർഡ് മാക്സിമം എടുക്കാൻ നോക്കുക. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേറെ പേരുകളിലൊന്നും അക്കൗണ്ട് തുടങ്ങാതിരിക്കുക. നിങ്ങളുടെ ഒറിജിനൽ പേര് തന്നെ അക്കൗണ്ട് തുടങ്ങുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫൈവർ പോലത്തെ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ പേരിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ തോന്നുന്നു. പണ്ട് അങ്ങനെ പറ്റുമായിരുന്നു. ഇപ്പം എനിക്കറിയില്ല, ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ വേറെ പേരിൽ തുടങ്ങിയാൽ വലിയ പ്രശ്നമില്ല. അതിൻ്റെ പേയ്മെൻ്റ് ഒന്നും അങ്ങനെ അവർ നോക്കുന്നില്ലല്ലോ. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. ഒന്നാമത്തെ നിങ്ങൾക്ക് ID വെരിഫൈ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരും.
അതിൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫസ്റ്റ് പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവരെന്നോട് വെരിഫിക്കേഷൻ ചോദിച്ചത്. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്കത് കൊടുക്കാൻ പറ്റില്ല, പ്രൊജക്റ്റ് വെറുതെ കിട്ടിയത് പോവായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഞാനത് കൊടുത്തതിൻ്റെ ശരിയായി. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നെയിമും നിങ്ങളുടെ അപ്വർക്ക് നെയിമും മാച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫണ്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ പ്രൊജക്റ്റിന് ഇടയ്ക്കാവും നമുക്കത് ബുദ്ധിമുട്ടാണ്, ക്ലയൻറ്റിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, വേറെ രീതിയിൽ തരിക എന്നൊക്കെ പറഞ്ഞാൽ ക്ലയൻറ്റ് അത് ചെയ്യുമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ, കാരണം അവർ ഫണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ശ്രദ്ധിച്ച്, അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ച് റെഡിയാക്കി വയ്ക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ അറിവുകളൊക്കെ വേണ്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയർ എല്ലാം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോകളെല്ലാം അത് ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം. താങ്ക് യു.